തൃശൂർ ബാങ്ക് കൊള്ളക്കേസ് പ്രതി റിജോ ആന്റണിയെ റിമാൻഡ് ചെയ്തു. റിജോയെ വീട്ടിലും ബാങ്കിലും പണം നൽകിയ അന്നനാട് സ്വദേശിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. റിജോയുടെ നാട്ടുകാരി നൽകിയ നിർണായക വിവരവും മാറ്റാതിരുന്ന ഷൂവുമാണ് പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ പ്രതിക്ക് വലയൊരുക്കിയത്. പ്രതിയുള്ള പ്രദേശം പോലീസിന് മനസ്സിലായെങ്കിലും പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അതിൽ നിർണായകമായത് പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയാണ്. CCTVയിൽ കാണുന്നത് പോലെ രൂപസാദൃശ്യമുള്ള ഇതേ ബൈക്കുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നാണ് റിജോയുടെ വീട് ചൂണ്ടിക്കാണിച്ച് സ്ത്രീ പറഞ്ഞത്. 3 തവണ വസ്ത്രം മാറിയിട്ടും പ്രതി സഞ്ചരിച്ച വഴിയിലൂടെ തന്നെ പോലീസ് എത്തിയത് റിജോ മാറാതെ ഉപയോഗിച്ച ഷൂ മൂലമാണ്. വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ സിറ്റൌട്ടിൽ ഷൂ കൂടി കണ്ടതോടെ റൂട്ട് ക്ലിയർ. ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും 12 ലക്ഷവും ബാഗും അടുക്കളയിൽ നിന്ന് ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി. ജാക്കറ്റും ഗ്ലൗസും മാസ്കും സംഭവ ദിവസം തന്നെ വീടിന് പുറകിലിട്ട് കത്തിച്ചു. റിജോ പണം നൽകിയ അന്നനാട് സ്വദേശിയുടെ വീട്ടിലെത്തിച്ചും ബാങ്കിലെത്തിച്ചും തെളിവെടുപ്പും നടത്തി. അന്നനാട് സ്വദേശിക്ക് കൈമാറിയ 2,90,000 രൂപ അവിടെ നിന്നും കണ്ടെടുത്തു. 10,000 രൂപ മദ്യം വാങ്ങിയും മറ്റ് ചെലവുകൾക്കുമായി ഉപയോഗിച്ചു. പ്രതിയുടെ ഫിംഗർ പ്രിന്റ് ശേഖരിച്ച ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയിൽ ഹാജരാക്കി. 14 ദിവസത്തേക്ക് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. മീഡിയ 1 തൃശൂർ.